ക്രിസ്മസിൻ്റെ ആകെ 3 ഉള്ളൂ ഗൈസ്. എനിക്ക് ആകെ ഇഷ്ടമായത് ഇതാ. ഫസ്റ്റ് കാർഡ് ടു മൈ മാം, ലക്ഷ്മി മാം. എൻ്റെ പൊന്നു ഒരു രക്ഷയില്ല. ഓൾറെഡി ഇതും കൊള്ളാം, എനിക്കിഷ്ടമായിരുന്നു. തുറന്ന് ഇത്രയും കാർഡ്സ്, ലെറ്റർ വരെ അവൾ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിയ കാർഡുകൾ. അയ്യോ, നമുക്ക് വേഗം വീട്ടിൽ പോവാം, എനിക്കിത് എഴുതണം. വാ, ഞങ്ങൾ ഇനി ഇത് പോസ്റ്റ് ചെയ്യാൻ പോവാണ്. ലാസ്റ്റ് വൺ. പക്ഷെ ഇത് കേരളത്തിലോട്ടല്ല, ബാംഗ്ലൂരിലോട്ട് തന്നെയാണ്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് ക്രിസ്മസ് വൈബൊക്കെ ആണല്ലോ. ഈ ഒരു ഡിസംബർ മന്ത് തുടങ്ങുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ക്രിസ്മസ് വൈബാണ്. എനിക്കിന്ന് കഴിഞ്ഞ ദിവസം ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു തോട്ട് ഉണ്ടായത്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു വീഡിയോ അയച്ചു, റീൽ അയച്ചു ഇൻസ്റ്റഗ്രാമിൽ. അപ്പോൾ അതിൽ നൊസ്റ്റാൾജിക് എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ പണ്ട് നമ്മൾ ക്രിസ്മസിന് കൊടുക്കുന്ന ഫ്രണ്ട്സിനും ഒക്കെ കൊടുക്കുന്ന കാർഡ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ കുറേ കാർഡ് കളക്ഷൻസ് അത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് കൊതിയായി പോയിട്ടോ. ശരിക്കും എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഞാൻ ഇപ്പോഴും സൂക്ഷിക്കേണ്ട എനിക്ക് സ്കൂളിലൊക്കെ ഫ്രണ്ട്സൊക്കെ തന്ന കാർഡ്സും എല്ലാം എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ആദിക്കൊന്നും അങ്ങനെ ഇല്ല, മോൻ്റെ കയ്യിൽ അങ്ങനെ ഒന്നും കാർഡൊന്നും ഇല്ല. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കാണ്, പണ്ട് ഞങ്ങളിങ്ങനെ അയക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്കൊരു തോട്ട് ഉണ്ടായി. ഇപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ബിസിയാണ് അല്ലേ, എല്ലാവരുടെ ലൈഫിൽ ബിസി ആയതുകൊണ്ടാണ് എല്ലാവർക്കും മെനക്കെട്ട് ഒരു കാർഡ് എല്ലാവർക്കും അയക്കാനായിട്ട് ആ ഒരു ടൈം ഇല്ലാത്തത് കൊണ്ടാണ് ഇതാവുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് എൻ്റെ ഫ്രണ്ട്സ്, ആദിയുടെ ഫ്രണ്ട്സ്, ഫാസ്റ്റിൻ്റെ ഫ്രണ്ട്സ്, പിന്നെ ഞങ്ങളുടെ കുറച്ച് റിലേറ്റീവ്സ് ആൻഡ് ഫാമിലി, അവർക്ക് കുറച്ച് കാർഡ് അയക്കാം. കാര്യം ഒരു എഫേർട്ട് എടുത്ത് അവർക്ക് വേണ്ടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു ഒരു കാർഡ് പോയി വാങ്ങിച്ച് അത് അയച്ച് എഫേർട്ട് എടുക്കുക എന്ന് പറയുന്നത് നമ്മൾ വാട്സാപ്പിലും ഇൻസ്റ്റഗ്രാമിലും ജസ്റ്റ് ഒരു വിഷ് ചെയ്യുന്നതിനേക്കാളും ഒരു മെമ്മറി അല്ലേ. എനിക്കപ്പോൾ അങ്ങനെ ഒന്ന് തോന്നിയപ്പോൾ ഫാസ്റ്റ് പറഞ്ഞു, എന്നാൽ നമുക്ക് കുറച്ച് കാർഡ്സൊക്കെ പോയി വാങ്ങിക്കാം, നീ എല്ലാവരുടെ അടുത്ത് അഡ്രസ്സ് വാങ്ങിക്കാം. അപ്പോൾ ഞാൻ എല്ലാവരുടെ അടുത്ത് അഡ്രസ്സൊക്കെ കളക്ട് ചെയ്തിട്ടോ. അഡ്രസ്സ് തരാൻ തന്നെ എല്ലാവർക്കും ഭയങ്കര ഞാൻ പറഞ്ഞു കാർഡ് അയക്കാനാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര ഈ കാർഡ് അയക്കാനോ. അവരുടെ എക്സൈറ്റ്മെൻറ്റ് കണ്ടപ്പോൾ എനിക്ക് ഒന്നും കൂടി എക്സൈറ്റഡ് ആയിട്ടോ എല്ലാവർക്കും അയക്കാനായിട്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ കാർഡ് നോക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് കാർഡ്സിൻ്റെ വിലയൊക്കെ എങ്ങനെയാണെന്ന് പോലും അറിയത്തില്ല കേട്ടോ. ഇപ്പോൾ പണ്ടൊക്കെ ആ ഒരു റേറ്റേ അറിയത്തുള്ളൂ. സ്കൂളൊന്നും കഴിഞ്ഞിട്ട് അങ്ങനെ കാർഡൊന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കാർഡിൻ്റെ റേറ്റ്, കാർഡിലൊക്കെ എങ്ങനെയാണ്, ഇനി ഇത് അയക്കേണ്ടത് എങ്ങനെയാണ്, ഇതെല്ലാം മറന്നുപോയി. ഇതൊക്കെ നോക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് അതെല്ലാം നോക്കിയിട്ട് വരാം. क्रिसमस कार्ड से क्रिसमस कार्ड नहीं है, കാർഡില്ല. ഇഷ്ടമാതിരി ക്രിസ്മസ് ഡെക്കറേഷൻ ഉണ്ട് കേട്ടോ, കാർഡില്ല. കാര്യം എന്താ, അയക്കാനധികം ആൾക്കാരില്ലെന്ന് തോന്നണം. പിന്നെ ഇത്രയും സാധനങ്ങളുള്ള സ്ഥലത്തിൽ കാർഡില്ലെന്ന് ആരെങ്കിലും പറയോ? വേണ്ട, ഫുള്ളുണ്ട്. അവിടെ നോക്കാം, വേറെ കട നോക്കാം, വേറെ ഷോപ്പ് നോക്കാം. പക്ഷേ ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഇവിടെ ഉണ്ടാവില്ല എന്ന്. എല്ലാം ഉണ്ട് ഇവിടെ. നോക്കിയേ, വേറൊരു ഷോപ്പിൽ വന്നിട്ടുണ്ട്, ഇവിടെയും കിട്ടിയാൽ മതിയായിരുന്നു. പക്ഷെ ഇപ്പോൾ ടെൻഷനായല്ലോ, ഈസി ആയിട്ട് കിട്ടുമെന്ന് ഓർത്ത്. ക്രിസ്മസ് കാർഡിന് ഇത്ര ഡിമാൻഡ് ഉണ്ടോ? ക്രിസ്മസ് കാർഡ് ഗ്രീറ്റിംഗ് കാർഡ് നെയ് ഇല്ല, ഇവിടെ ഇല്ല. എളുപ്പല്ല കേട്ടോ. അയ്യോ, ഇതിനിപ്പോൾ എവിടെ പോവും ഗൈസ്? ഒരു 7ാമത്തെ 8ാമത്തെ ഷോപ്പാണിത്. ഈസി ആണെന്നാണ് വിചാരിച്ചു. ഇവിടെ എവിടെയും ക്രിസ്മസ് കാർഡ് ഇല്ല, ന്യൂ ഇയർ കാർഡും ഇല്ല. എനിക്ക് തോന്നുന്നു ഇവിടെ ആരും ഉപയോഗിക്കാറില്ലെന്ന് തോന്നുന്നു. ഔട്ട് സൈഡ് അല്ല, ഇവിടെയല്ല. ഫൈനലി നല്ലല്ല. ക്രിസ്മസിൻ്റെ ആകെ 3 ഉള്ളൂ ഗൈസ്. എനിക്ക് ആകെ ഇഷ്ടമായത് ഇതാ. പിന്നെയൊക്കെ ന്യൂ ഇയർ ഒരു എന്താ പോലെ അല്ലേ. പിന്നെയും കുറച്ച് നല്ലത് ഇതാ. ഇത് പിന്നെയും കൊള്ളാം. പക്ഷെ ഞാനിപ്പോൾ ഇത് 3 എടുക്കാം. ഞാൻ തളരുന്നില്ല. ഇനിയും അലഞ്ഞു തിരിയാനായിട്ട് ഞങ്ങൾ പോകുവാണ്.
അടുത്ത ഷോപ്പിലും കൂടി നോക്കാം. ഇത് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ, ഇത് നല്ലതല്ലേ. മൂന്ന് കാർഡുകൾ കിട്ടി. ഇനി ബാക്കി കാർഡുകൾ നോക്കാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ്. 3 എണ്ണം കിട്ടി. ഇവർക്ക് ഇനി സ്റ്റോക്ക് വരും, 2 ദിവസം കഴിഞ്ഞിട്ട് വരും എന്ന് പറഞ്ഞാൽ. അപ്പോഴത്തേക്കും ക്രിസ്മസ് ഒക്കെ ആവും. ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവാം കേട്ടോ. അപ്പോൾ അടുത്ത നോക്കാം. അടുത്ത കടയിൽ വന്നിട്ടുണ്ട്. ഇവിടെയും കൂടി കിട്ടിയാൽ മതിയായിരുന്നു. അവിടെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഉണ്ട്, ആരൊക്കെയോ നോക്കി വെച്ചിട്ട് പോയിട്ടുണ്ട്. ആ, ഇത്തിരി വ്യത്യാസമുണ്ട്. ഇത് ഭയങ്കര ചെറുതായി പോയല്ലേക്കോ. ഓൾറെഡി 3 എണ്ണം വാങ്ങിച്ചു. അപ്പൊ ഇനി 12 എണ്ണം. ഇതും കൊള്ളാം, എനിക്ക് ഇഷ്ടമായിരുന്നു. ഇതൊരു 3 എണ്ണം. അതിലും നല്ലത് ഇത് തന്നെയാണ് അല്ലേ. ഒരു വൈബ് തന്നെ ഈ കാർഡല്ലേ. ഇത് മതി. 1 more this and ഒരു വലുതും കൂടി കണ്ടു. നമ്മുടെ നാട്ടില് അറിയാലോ ഇഷ്ടമാതിരി കിട്ടും. ഇവിടെ ഇപ്പൊ എനിക്ക് ആ വലുതിൽ കിട്ടിയത് ഇഷ്ടമായത് ആകെ 2 എണ്ണം നല്ലത്. പിന്നെ ഒരു ചെറിയ ബിഗ് വണ്ണോ. ഈ 2 ഡിസൈൻ നല്ലതുള്ളൂ. അത് 2 എണ്ണം നമ്മൾ നല്ലത് കേട്ടോ. ഒന്ന് ഈ ഒരു ക്യാൻറ്റിലും പിന്നെ ഒരു സാന്റ പോരാ. അതായത് നമുക്ക് ഇഷ്ടാവില്ല കുറെ പൂക്കളും. അപ്പോ ഈ ഒരു ദൗത്യം വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നു. ഇവിടെ ഉള്ളത് ഫുള്ള് ഞങ്ങൾ കാലിയാക്കിയിട്ടുണ്ട്. നല്ലത് ഞങ്ങൾ കാലിയാക്കിയിട്ടുണ്ട്. ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോവാ, ഇല്ലെങ്കിൽ എന്റെ ചെവി ഒരു പരുവാവാം. പുള്ളിക്ക് എന്താ പറ്റുന്നല്ലോ, ഭയങ്കര സൗണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഉറക്കെ പറഞ്ഞ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് കേൾക്കാൻ പറ്റും. ഇത്രയും കാർഡ്സ് ഞാനും ആദ്യമായിട്ടാണ് കഴിച്ചത്. ഇത്രയും കാർഡ്സ് ഒരുമിച്ച് വാങ്ങിച്ച് അയക്കാൻ പോകുന്നത് കേട്ടോ. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ ശരിക്കും ആദിക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്തതാണ്. അവൻ എല്ലാവർക്കും അയക്കണം എന്നുള്ള രീതിക്ക് സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് അവനേക്കാൾ കൂടുതൽ എക്സൈറ്റ്മെന്റ് എനിക്കാണ്. നിനക്ക് എന്തെങ്കിലും എക്സൈറ്റ്മെന്റ് ഉണ്ടോ? എന്നാലും അവനേക്കാൾ കൂടുതൽ എനിക്ക് ബാക്ക് ടു ഞാൻ അവന്റെ പ്രായം. അതെ ആദിക്ക് അറിയില്ല. ആദി കാർഡ് കണ്ടില്ല ഇപ്പൊ നീ ക്രിസ്മസ്. ഇതാണ് കാർഡ്. ഇത് നമ്മൾ അയക്കണം, ഗ്രീറ്റിംഗ്സ് എഴുതണം. ആദ്യം എഴുതണം കേട്ടോ. ആദിയുടെ ഫ്രണ്ട്സിന്, നിന്റെ ഫ്രണ്ട്സിന് നീ എഴുതണം, എന്റെ ഫ്രണ്ട്സിന് ഞാൻ, പപ്പയുടെ ഫ്രണ്ട്സിന് പപ്പ എഴുതണം. അങ്ങനെയാണേ. അത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ്. എനിക്കറിയില്ല ഞാൻ എന്തിനിങ്ങനെ എക്സൈറ്റഡ് ആവണമെന്ന്. ഞാൻ ബാക്ക് ടു ആ ഒരു സ്കൂൾ ഡേയ്സിലോട്ട് പോയ ഒരു ഫീൽ എനിക്ക്. ഫാസിന് സെയിം തന്നെ. ഫാസ് എന്നേക്കാൾ കൂടുതൽ എക്സൈറ്റഡ് ഫാസാണ്. അയ്യോ നമുക്ക് വേഗം വീട്ടിൽ പോവാം, എനിക്കിത് എഴുതണം. വാ കമോൺ, എഴുതിയിട്ട് വരാം. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി. ഇനി നമ്മൾ എല്ലാം പ്രിപ്പയർ ചെയ്തു. ഞങ്ങൾ പുറത്തെടുത്തു കാർഡ്സൊക്കെ. ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിയ കാർഡുകൾ. ഇനി എഴുതാൻ പോവുകയാണ്. എന്തൊക്കെ എഴുതേണ്ടതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ പെൻസിൽ വരെയൊക്കെ എടുത്തു വെച്ചു ജസ്റ്റ് ട്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് എൻ്റെ ടു മൈ ഡിയറസ്റ്റ് മാമിനാണ് ഞാൻ ഫസ്റ്റ് എഴുതാൻ പോകുന്നത്. എനിക്ക് വർക്ക് ചെയ്തതാണ് ഞാൻ മാമിൻ്റെ സുജിത് സാറിൻ്റെ കൂടെ ഫേസ് പാലറ്റ് എന്ന് പറഞ്ഞ മേക്കപ്പ് അക്കാഡമി നമ്മുടെ കടവന്ത്ര എറണാകുളത്ത് വർക്ക് ചെയ്തതാണ്. അപ്പോൾ അവരായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻറ്റ്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് മാമിന് എഴുതണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞാനിപ്പോൾ അതാണ് എഴുതാൻ പോകുന്നത് കേട്ടോ. എനിക്കെന്തോ വെറുതെ കൈയൊക്കെ വിറയ്ക്കുന്നു. ഞാനെന്ത് എക്സാം എഴുതാൻ പോകുന്നു. അയ്യോ, എഴുതാല്ലേ, സ്റ്റാർട്ട് ചെയ്യാല്ലേ. ഫസ്റ്റ് കാർഡ് അപ്പോൾ ടു മൈ മാം, ലക്ഷ്മി മാം. ഗൈസ്, എന്തൊക്കെ എഴുതണ്ടോന്നൊരു വെപ്രാളവും പരവേശം. എന്ത് എക്സാം എഴുതുന്ന പോലെ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ തന്നെ അല്ലേ നമ്മൾ എഴുതുന്നത്. ഞാനിപ്പോൾ ഇവിടെ എഴുതി. നമുക്കിവിടെ നമ്മളുടെ വിത്ത് ലോട്ട്സ് ഓഫ് ലവ് ഫ്രം സസ്ന, ഫാസ് ആൻഡ് ആദി, അങ്ങനെ പോരെ. നമുക്കിവിടെ എന്തെങ്കിലും എഴുതണോ? ഇവിടെ എന്തെങ്കിലും മാമിനൊരു വിഷ് എഴുതാം അല്ലേ. കോട്ടൊന്നും നോക്കിയിട്ട് ഓർമ്മ വരുന്നില്ല. ഇത്രയും കാർഡ് എഴുതണ്ടേ.
അപ്പം ഞാൻ ഗൂഗിളിനോട് ഒരു ചെറിയ സഹായം ചോദിച്ചു. ഓക്കെ, അപ്പൊ ഇങ്ങനെയല്ലേ കാർഡ് തന്നെ? നീ എന്താ എഴുതാൻ പോണേ നിന്റെ ഫ്രണ്ട്സിന്? നിന്റെ കോട്ട് നീ കണ്ടുപിടിച്ചോ? പണ്ടൊക്കെ ഞങ്ങൾ തനിയെ എഴുതിയിരുന്നു, ഇപ്പഴല്ലേ നമുക്ക് ഗൂഗിൾ നോക്കാൻ പറ്റും. നമ്മൾ പണ്ട് എവിടെയാ നോക്കിയിരുന്നേ? നമ്മൾ തന്നെ കണ്ടുപിടിക്കും. അപ്പൊ നിന്റേത് നീ കണ്ടുപിടിച്ചോ, നീ ഗൂഗിൾ നോക്കണ്ട. ഞാൻ മറന്നുപോയി. അല്ല, അവൻ തനിയെ കണ്ടുപിടിക്കട്ടെ, അത് ക്രിയേറ്റിവിറ്റി ആണ്. അവനിക്ക് സ്കൂളിലൊക്കെ ഇങ്ങനെ എഴുതാനുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെ എഴുതണം. നീ ലെറ്റർ ഒന്നും അങ്ങനെ എഴുതാറില്ലല്ലോ ആർക്ക്? നമ്മൾ പണ്ടൊക്കെ എന്റെ ലെറ്റർ എഴുതിട്ടുണ്ട്. ഞാൻ എന്റെ മാമാന്റെ മോള് പിങ്കിത്താത്ത +2 കഴിഞ്ഞിട്ട് പിങ്കിത്താത്ത ഡിഗ്രി ചെയ്ത ദുബായിലാ. അപ്പൊ ഞാൻ പിങ്കിത്താത്തക്ക് ലെറ്റർ ഒക്കെ എഴുതുമായിരുന്നല്ലോ. പിങ്കിത്ത എനിക്കും എഴുതായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ക്രിയേറ്റീവായിട്ട് എഴുതുള്ളൂ. നീ കുറെ മറ്റേ എവിടെയാ വാട്സാപ്പിലും ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയക്കലല്ലേ? നീ എഴുത്. നീ എന്താ എഴുതണ്ടേന്ന് ഒരു പെൻസിൽ വെച്ചിട്ട് ഫസ്റ്റ് മനസ്സിൽ തോന്നുന്ന വേർഡ്സ് ഇവിടെ എഴുത്. എന്നിട്ട് അത് കാർഡിലേക്ക് എഴുത്. എന്റെ പൊന്നോ, ഞാൻ എക്സാം എഴുതി ഒരു കാർഡ് എഴുതിയപ്പോഴത്തേക്ക് വെപ്രാളം പിടിച്ച് വേർത്തു ഞാൻ. എന്താ ഇത്? അതൊക്കെ ഷോ ഓഫ് എന്തിനാ? എന്നോട് തന്നെ. അതെ, ഞാൻ ഇത് കാണിക്കുന്നില്ല, എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് കാർഡ് കഴിഞ്ഞു. ഇനി ഞാൻ ഓരോന്ന് എഴുതാൻ പോവാ. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഞാനൊരു കളക്ഷൻ കാണിച്ചു തരട്ടെ. ഇപ്പം എൻ്റെ ഇവിടെ കുറച്ച് എൻ്റെ പഴയ കാർഡിൻ്റെ കളക്ഷൻ ഉണ്ട്. ഫസ്റ്റ് തന്നെ കിട്ടിയത് ഞാൻ ഫാസ്റ്റിന് ബർത്ത്ഡേക്ക് കൊടുത്തൊരു കാർഡാണ്. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല. ഓൾറെഡി ഇന്നലെ തുടങ്ങി നൊസ്റ്റാൾജിയയിലാണ്. പഴയ കാർഡ്സും കൂടി കണ്ടപ്പോൾ സ്പെഷ്യൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിങ്ങനെ ഉള്ളിൽ കുറേ ഇതൊക്കെ ഉണ്ട്. ഇതുണ്ടോ, തുറന്ന് ഇതാ ലാസ്റ്റ്. ഇങ്ങനത്തെ കാർഡുകളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എനിക്ക് കാർഡുകൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആരെങ്കിലും ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചിലപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് തരണ ഗിഫ്റ്റിൽ ഉറപ്പായിട്ട് അവരൊരു കാർഡ് വെച്ചിട്ടുണ്ടാവും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ കസിൻ അനു, അമ്മായിയുടെ മോനാണ്, അവൻ എൻ്റെ അടുത്ത് ചോദിച്ചത് നിനക്ക് ഗിഫ്റ്റ്, അവൻ എപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കും ഗിഫ്റ്റ് എന്താ വേണ്ടതെന്ന്. അപ്പോൾ അവൻ എന്നോട് ചോദിച്ചു നിനക്ക് എന്താ ഗിഫ്റ്റ് വേണ്ടേ? അത് ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ഇത്രയുള്ളൊരു വലിയൊരു കാർഡിൽ തുറക്കുമ്പോൾ മറ്റേ പാട്ട് വരണം, പിന്നെ മറ്റേ 3D പോലെ വരണം. ഇതാണ് ഞാൻ ആകെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അവൻ എന്നോട് ചോദിച്ചു നിനക്ക് ഗിഫ്റ്റായിട്ട് അത് മാത്രം മതി? ഞാൻ പറഞ്ഞു മതി, അത് മാത്രം മതി. എന്നിട്ട് അവൻ എനിക്ക് ബർത്ത്ഡേക്ക് ആ കാർഡ് എവിടെയും കിട്ടാനില്ല, എന്നിട്ട് ആ മ്യൂസിക് വരണം. 3D എല്ലായിടത്തും ഉണ്ടായിരുന്നു മ്യൂസിക്, മറ്റേ അന്ന് ആർച്ചീസിലല്ലേ കിട്ടുക. എന്നിട്ട് അവൻ എനിക്ക് ആ കാർഡ് വാങ്ങിച്ചെന്ന്. അതൊക്കെ നാട്ടിലുണ്ട് കേട്ടോ, ഉമ്മാരുടെ അടുത്തുണ്ട് ആ കാർഡ്. പിന്നെ അതാ ഇങ്ങനെ കുറേ കാർഡ്സ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. കാർഡൊന്നും തന്നിട്ടില്ല ഗൈസ്. ഫാസ്റ്റിന് അങ്ങനത്തെ ഈ കാർഡ് തരണ ആ ഒരു ഇതൊന്നുമില്ല. ഫാസ്റ്റ് എനിക്ക് കാർഡ് തന്നിട്ടില്ല. ഇത് എൻ്റെ മൈ വൺ ആൻഡ് ഓൺലി ഫ്രണ്ട് അഫി. സ്കൂൾ ടൈമിൽ തുടങ്ങി കോളേജ് വരെ ഒരു രക്ഷയില്ലാത്ത ബെസ്റ്റ് ആയിരുന്നു. ദേസി ലെറ്റർ വരെ ഉണ്ട്. അയ്യോ, ഇതൊക്കെ നോക്ക് നിങ്ങൾ. പഴയ ആ ഒരു ഇതെന്താ, അഫി ഹാപ്പി ബർത്ത്ഡേ ഡിയർ, ലെറ്റർ വരെ അവൾ എഴുതിയിട്ടുണ്ട്. പാവ്, ഒരു ലെറ്റർ അല്ല, ഇത്രയും പേജ് അവൾ എനിക്ക് എഴുതിയിട്ടുണ്ട്. ഞാൻ കുറെ വർഷങ്ങൾക്ക് ശേഷം പാവ് ഇത്ര എഫേർട്ട് എടുത്ത് എഴുതി. ഞാൻ ഇത്ര എഫേർട്ട് എടുത്ത് ഇങ്ങനെ എഴുതിയൊന്നും കൊടുത്തിട്ടില്ല. കാർഡ് കൊടുത്തിട്ടുണ്ട് അവൾക്ക് തിരിച്ച്. അവളിപ്പോ ദുബായിലാ. ഇത് കാണുന്നുണ്ടെങ്കിൽ അഫിക്കുട്ട. അപ്പൊ അങ്ങനെ കുറെ കാർഡ് ഇത് കുറെ ഇരിപ്പുണ്ട് കേട്ടോ. അതെ, ഇനിയുണ്ട്, ഇനി വീട്ടിലുണ്ട്. ഞാൻ എല്ലാം കാണിച്ച് ബോറൊന്നും അടുപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഇതൊക്കെ എൻ്റെ ബർത്ത്ഡേ കാർഡാ. എൻ്റെ ബർത്ത്ഡേ കാർഡൊക്കെ കിട്ടുന്ന കുറച്ച് ഞാൻ എടുത്ത് കാണിച്ചതാണ്. ഇടയ്ക്കൊരു നൊസ്റ്റാൾജിയ. നമുക്കപ്പോൾ അടുത്ത് എഴുതാം. ആദ്യം എഴുതുന്നില്ലേ? ആദിയുടെ ഫ്രണ്ടിൻ്റെ ഒരെണ്ണം ആദിനെ കൊണ്ട് എഴുതിക്കട്ടെ ഞാൻ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആർക്ക് എഴുതണം? ആദിക്ക് ആർക്കാ ഫസ്റ്റ് എഴുതണ്ടേ? പറ. അച്ചു, ഉമ്മ, പപ്പി, മുമ്മു, ഹയാൻ, ആമി, പിന്നെ ബാപ്ചി, അവാവ. ഇവർക്കൊക്കെ ഞാനും അയക്കുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് ആർക്ക് എഴുതണം നമുക്ക്? അപ്പൊ അച്ചുവിന്. ഓക്കെ, അപ്പൊ അച്ചു, അപ്പു, അബ്രു, അർദു. അച്ചു എന്ന് പറയുന്നത് ആക്ച്വലി ഫാസ്റ്റിന്റെ ഫ്രണ്ടിന്റെ വൈഫാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് ഞങ്ങളായിട്ടാണ് അവള്. അപ്പോൾ ആദിക്ക് ഒരു സെക്കൻഡ് മോം, ഫസ്റ്റ് മോം തന്നെ പറയാം, അത് അവളാണ്. അപ്പോൾ അവൾക്ക് എഴുതണം എന്ന് പറയുന്നത്. അവള് ദുബായിലാണ്, പക്ഷേ കുട്ടികളും ഇതിവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് അയക്കാൻ പോവാം. അപ്പോൾ ഫസ്റ്റ് അച്ചുവിനല്ലേ? അപ്പോൾ എന്താ എഴുതണ്ടേ? ടു മൈ ഡിയർ അച്ചു, അപ്പു, അബ്രു,
അർദു ഇത്ര എഴുതണം. ഓക്കെ ഓക്കെ. അവനിക്ക് തെറ്റിപ്പോണ്ടെന്ന് ഓർത്തിട്ട് ഞാൻ ആദ്യം ഹെൽപ്പ് ചെയ്യുവാണ്. കാർഡല്ലേ, നമുക്കത് പിന്നെ മായ്ച്ച് ഇതാക്കാനൊക്കെ പാടാണ് അല്ലോ. അപ്പു വായിക്കേ. അച്ചു ടു മൈ ഡിയറസ്റ്റ് അപ്പു അച്ചു അപ്പുറു ആൻഡ് അർദു. ഓക്കെ, ഇനി നമുക്ക് ഇപ്രയും കൂടി എഴുതാം. ഇപ്ര എന്താ നമ്മൾ എഴുതാൻ പോണേ? ഹയാൻ. മമ്മ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. Wishing you a happy returns of the day. Wishing you a happy Merry Wishing Christmas. You a Happy joyous no joyous Merry Christmas. no joyous Christmas ഫസ്റ്റ്. നമുക്ക് അച്ഛന് ഇത് ഫോട്ടോ എടുത്തിട്ട് വാട്സപ്പിൽ അയച്ചു കൊടുക്കാം. അവള് ദുബായിലല്ലേ, കാർഡ് കിട്ടുന്നത് കുട്ടികൾക്കും അപ്പൂനും അല്ലേ? യെസ്. അപ്പോൾ ഞങ്ങൾ സെക്കൻഡ് വൺ കഴിഞ്ഞു. അപ്പോൾ നമുക്കിതിങ്ങനെ ഓരോന്ന് എഴുതി. ഇനി നെക്സ്റ്റ് ആർക്കാ? ഇനി നമുക്ക് ഹയാന് മുമ്പ്. ഓക്കെ. ടു മൈ ഡിയർ brother Hayan and Umma my Umma Bapchi പിന്നെ ചാച്ചി Vapichi ചാച്ചി and ചാച്ചി Chachi. Okay, next. മും. Okay. മുമ്മ നാമി. To my next. ആൻഡ് പപ്പി. അവ്വാവ ആൻഡ് പപ്പിക്ക് ഏത് കാർഡാണ്? പപ്പ എന്തോ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. വിച്ച് കാർഡ്? ഇതല്ലേ? To my dear, to our dear Joseph. ഓ ജോസഫോ? Yeah, Joseph. ഗൈസ്, ഇത് എഴുതിക്കൊണ്ടിരുന്നപ്പോൾ രണ്ട് കാര്യങ്ങൾ എനിക്ക് ഓർമ്മ വന്നു. ഒന്ന്, എൻ്റെ മൂത്തിക്കാക്കയുടെ കല്യാണത്തിന് ഇരുന്നിട്ട് വെഡ്ഡിങ് കാർഡ് എഴുതിയ ഒരു ഓർമ്മയും. കാര്യം കുറേ നിരന്നിരുന്ന് എഴുതി. പിന്നെ കോട്ടുകളൊക്കെ എഴുതി വന്നപ്പോൾ എനിക്ക് എൻ്റെ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന ടൈമിലുള്ള ഒരു ക്രിസ്മസ് കാലഘട്ടം ഭയങ്കരമായിട്ട് ഓർമ്മ വന്നു. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ ഈ ഒരു ഭാഗ്യമുണ്ടോ? ഇവർക്കിത് അറിയോ? ആദ്യം ഇത് അറിയാമായിരുന്നു? അമ്മ പറയുന്നതിന് മുമ്പ് ഇങ്ങനെ കാർഡൊക്കെ പോസ്റ്റ് വഴി അയക്കാൻ പറ്റും എന്ന് ആദ്യം അറിയാമായിരുന്നു? ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ, മറ്റേ ലെറ്റർ ഒക്കെ അയക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിയ. ഒരു വിഷമം എന്ന് പറഞ്ഞാൽ നമ്മൾ അനുഭവിച്ച ആ ഒരു ഫീല് വേറെ തന്നെയാണല്ലേ. നമുക്കൊരു കാർഡ് കിട്ടുമ്പോൾ ഉള്ളൊരു ഫീൽ. എനിക്കിപ്പോൾ ആ പഴയത് തുറന്ന് നോക്കിയപ്പോൾ എനിക്ക് ഞാൻ ശരിക്കും ആ ഒരു കാർഡ് എനിക്ക് തന്ന ടൈമിലുള്ള ബാക്ക് ടു മറ്റേ ആ ഒരു മൂവിയിൽ 24 മൂവിയിൽ വാച്ച് തിരിച്ചിട്ട് നമുക്ക് പോവില്ലേ, ആ ഒരു എൻ്റെ മൈൻഡ് അതേപോലെ പോയി, അവിടം വരെ പോയി. അപ്പോൾ ഭയങ്കര ഒരു വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. എല്ലാവരും, നിങ്ങൾ ഇതുവരെ കാർഡൊന്നും വാങ്ങി ഇങ്ങനെ ആർക്കും അയച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴും ലേറ്റ് ആയിട്ടില്ല. നിങ്ങളുടെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ ഒത്തിരി ആൾക്കാർ ഇങ്ങനെ കാശ് ഇല്ലാത്തത് കൊണ്ടും വീട്ടിലില്ലാത്തത് കൊണ്ടൊക്കെ കാർഡ് വാങ്ങിക്കാൻ പറ്റാത്തവരുണ്ടാവും. ഇപ്പം നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങളുടെ കയ്യിൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ വായിച്ച് നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ അയച്ചു നോക്കും. നമുക്ക് ആ ഒരു ഫീല് നിങ്ങളുടെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാമല്ലോ. ഏറ്റവും വലുത് അതാണ്. ഇങ്ങനൊരു ഉണ്ടായിരുന്നു, നമ്മുടെ ടൈമിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു, ആ കുട്ടികൾ അത് അറിയണം. മെയിനായിട്ട് ഞാൻ അതിന് ആദിക്ക് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഇത്ര എഫേർട്ട് മെയിൻ എടുത്തത്. നിങ്ങളിൽ എത്ര പേര് ഇതുപോലെ കാർഡ്സ് ഇപ്പോഴും അയക്കുന്നുണ്ട്? ഇപ്പോഴും സ്ഥിരമായിട്ട് കാർഡ്സ് ഒരു കുറവില്ലാതെ അയക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ അഡ്രസ്സ് അയക്കുകയെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു കാർഡ് അയക്കും, സത്യമായിട്ട് അയക്കും. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അയക്കും. അപ്പോൾ നിങ്ങൾ കമൻറ്റിലൂടെ നിങ്ങളുടെ അഡ്രസ്സ് അയച്ചാൽ ഉറപ്പായിട്ട് ന്യൂ ഇയറിന് മുൻപായിട്ട് നിങ്ങൾ അയച്ചാൽ ഞാൻ ഈ ഒരു കാർഡ് നിങ്ങൾക്ക് അയച്ചിരിക്കും. ആര് കമൻറ്റ് ചെയ്താലും അഡ്രസ്സ് പ്രോപ്പറായിട്ട് അഡ്രസ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അയക്കണോണ്ട് എന്താ ഒരു സന്തോഷമല്ലേ? നിങ്ങളൊന്ന് ഓർത്ത് നോക്ക്. നിങ്ങളൊരു വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചു, എത്ര നാൾ അത് ഓർത്തിരിക്കും ആള്? ജസ്റ്റ് ഒരു മെസ്സേജ്, നമ്മളെല്ലാവർക്കും ഒരു ഫോർവേഡ് മെസ്സേജ് അയക്കുന്ന പോലെ ഒരു മെസ്സേജ് ആയിരിക്കും അയക്കുക. നേരെ മറിച്ച് ഒരു എഫേർട്ട് എടുത്ത് ഒരു കാർഡ് ഒരാൾക്ക് അയക്കുമ്പോൾ ലൈഫ് ടൈം ഫുള്ള് അയാൾ ഇത് സൂക്ഷിക്കുന്ന ആൾക്കാരാണെങ്കിൽ സൂക്ഷിക്കും. എന്നെ പോലെ ഭ്രാന്തുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ട് സൂക്ഷിക്കും. എന്നെ ഇവർ പറയുന്നത് ഞാൻ മറ്റേ മൂവിയിൽ ഉർവശിയാണെന്നാണ്. മറ്റേ ആദ്യമായിട്ട് എറിഞ്ഞ കല്ല് വരെ എടുത്ത് വെക്കില്ലേ, അതാണെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യേ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾ വാങ്ങിച്ചിട്ട് അധികം ഒന്നും അയക്കേണ്ട, 2-3 കാർഡ് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 പേർക്കൊന്ന് അയച്ചു നോക്ക്.
നമുക്ക് എന്തായിരിക്കും റിയാക്ഷൻ എന്ന് അറിയാൻ പറ്റും. ഞാൻ ഇന്ന് എൻ്റെ ഞാൻ ഇപ്പോൾ കറൻ്റ് വർക്ക് ചെയ്യുന്ന മാമിനോട് അഡ്രസ്സ് ചോദിച്ചപ്പോൾ തന്നെ മാം ഇങ്ങനെ അഡ്രസ്സോ എന്തിനാ? അപ്പോൾ ഞാൻ പറഞ്ഞു കാർഡ് അയക്കാൻ. കാർഡോ? എന്ത് കാർഡ്? ഞാൻ പറഞ്ഞു ക്രിസ്മസ് കാർഡോ? അപ്പോൾ തന്നെ മാം ഇങ്ങനെ. ഞാനൊരു നിമിഷം നൊസ്റ്റാൾജി ആയിപ്പോയിന്ന്. എനിക്കത് ഭയങ്കരമായിട്ട് സന്തോഷമായി. ഞാൻ പറയുന്ന ആൾക്കാരൊക്കെ ഇത് തന്നെ എനിക്ക് തിരിച്ച് മറുപടി പറയുന്നത്. മാം ഇങ്ങനെ നിനക്ക് എവിടെ നിന്ന് കാർഡ് കിട്ടി, അതൊക്കെ ഇപ്പോൾ കിട്ടാനുണ്ടോന്ന്. അപ്പോൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്ക്, അത്രയ്ക്ക് ബാക്കിലേക്ക് പോയിന്നാ പറയണേ. കാർഡ് പോലും കിട്ടാല്ല. 8ാമത്തെ ഷോപ്പിൽ നിന്നല്ലേ നമുക്ക് കിട്ടി, 7 8ാമത്തെ ഷോപ്പിൽ നിന്നാണ് ഞങ്ങൾക്ക് വരെ കാർഡ് കിട്ടിയത്. അപ്പോൾ ഞാൻ ഒത്തിരി പേരുടെ ഇതും കണ്ടായിരുന്നു കേട്ടോ, കാർഡ്സിനെ കുറിച്ചൊക്കെ ഞാൻ നോക്കിയപ്പോൾ മിക്കവർക്കും കാർഡൊന്നും ഇപ്പോൾ കിട്ടാനില്ല, കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ പോലും കിട്ടാനില്ല എന്നൊക്കെ പറയുന്നത്. പക്ഷെ ആർച്ചീസിലൊന്നും ഉണ്ടാവില്ലേ? നമുക്കിവിടെ ആർച്ചീസ് അടുത്തില്ലായിരുന്നു. പണ്ട് ഏറ്റവും കൂടുതൽ കാർഡ്സും ഇതും വാലന്റൈൻസ് ഡേ, പിന്നെ എന്തൊക്കെയായിരുന്നു, ക്രിസ്മസ്, ഓണത്തിന് കാർഡില്ലല്ലോ, ക്രിസ്മസ്, ന്യൂ ഇയർ, വാലന്റൈൻസ്, ഇതിനൊക്കെയല്ലേ നമ്മൾ കൂടുതലും കാർഡ് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ അല്ലേ ഗായ്സ് ക്രിസ്മസിൻ്റെ ഒരു ഫീൽ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നാട് വിട്ട് മാറി നിൽക്കുന്നവർക്ക്, നമുക്കപ്പോൾ നാട്ടിലേക്കൊക്കെ നമ്മുടെ ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുന്ന എന്താ പറയുക, ഒരു ഭയങ്കര എക്സ്പെൻസീവ് സാധനമൊന്നും അല്ലല്ലോ. ഇപ്പോൾ ഒരു കാർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് വേണ്ടത് സമയം തന്നെയാണ്. കാര്യം ഈ കാർഡ് കണ്ടുപിടിക്കാൻ എനിക്ക് അത്യാവശ്യം സമയമായി. ഞാൻ വർക്ക് ചെയ്യുന്നതാണ്, ഫാസ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ ഞങ്ങൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു കാർഡിനും ഈ ഒരു വീഡിയോക്കൊക്കെ വേണ്ടി മാറ്റി വയ്ക്കുന്നത്. ഈ ഒരു സംഭവം ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ അഡ്രസ്സ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ, ന്യൂ ഇയറിന് മുൻപായിട്ട് നിങ്ങൾ അയക്കുകയാണെന്നുണ്ടെങ്കിൽ, താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കാർഡ് അയക്കും. ഇനി നെക്സ്റ്റ് എന്തായി പറയണ, നമുക്ക് പറ്റാവുന്ന കാര്യമല്ല, ഉറപ്പായിട്ട് ഞാൻ അയക്കും അല്ലേ? ആദ്യം അയച്ചിരിക്കും, പറ ആദി. ഞാനും എന്തായാലും അവൻ എന്തായാലും അയച്ചിരിക്കും. ഞാൻ അയച്ചില്ലെങ്കിൽ ആദ്യം അയക്കും അല്ലേ ആദി? ഇല്ല, പറഞ്ഞുകൊണ്ട് എഴുതാം. With lots of love from Madi, Sachu and Fast. ഇവർക്ക് ഇത് കിട്ടുമ്പോൾ സന്തോഷമാവല്ലേ? എല്ലാവരോടും റിയാക്ഷൻ വീഡിയോ എടുത്ത് അയക്കാൻ പറയായിരുന്നല്ലേ? എല്ലാവരും എങ്ങനെയായിരിക്കും ഇത് കിട്ടുമ്പോൾ റിയാക്ട് ചെയ്യണം നോക്കായിരുന്നു. ഈ ഒരു കാർഡ്സിൻ്റെ സ്മെല്ല് തന്നെ നമ്മൾ ആ ഒരു 90s ആ ഒരു ഇതിലോട്ട് കൊണ്ടുപോവാം. നിങ്ങൾക്ക് അങ്ങനെ കിട്ടാറുണ്ടോ? നിങ്ങൾക്ക് പുതിയ ബുക്സ്, ഈ കാർഡ്സിൻ്റെയൊക്കെ സ്മെല്ല് വരുമ്പോൾ ആ ഒരു സ്കൂൾ ഡേയ്സ് ഒക്കെ ഓർമ്മ വരാറുണ്ടോ? എനിക്ക് വരാറുണ്ട്. എനിക്കിപ്പോൾ ഇത്രയും കാർഡ്സ് ഇരിക്കുന്നത് കൊണ്ട് ആ ഒരു സ്മെല്ലിൻ്റെ നടുക്കാണ് ഞാൻ ഇരിക്കുന്നത്. ഞാൻ ശരിക്കും ആ ഒരു 90s ആ ഒരു ഇതിലോട്ട് എത്തി, സ്കൂൾ ഏരിയയിലോട്ട് എത്തി ഞാൻ. അങ്ങനെ കാർഡ്സ് എല്ലാം എഴുതി കഴിഞ്ഞു. ഇനി ഞാൻ അഡ്രസ്സ് എഴുതിക്കൊണ്ടിരിക്കുവാണ്. ഈസി അല്ല കേട്ടോ, കുറേ നാൾക്ക് ശേഷം ഇങ്ങനെ എഴുതുന്നതുകൊണ്ടേ ഒരു എന്താ പറയുക, ഒരു കൈവഴക്കം അങ്ങനെ ഇതാവുന്നില്ല. ഹാൻഡ് റൈറ്റിംഗ് കറക്റ്റ് ആണോ, അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം, ടെൻഷനാണ് മെയിനായിട്ട്. ഇപ്പോൾ ഞാൻ അഡ്രസ്സ് എഴുതുവാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അല്ലേ ഫാസ്റ്റ് പോയിട്ട് ഇത് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇത് 10 രൂപയുടെ സ്റ്റാമ്പ് അല്ലേ, അത്രയും ഒട്ടിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ഇനി ഒട്ടിച്ച് ഇതിന് നേരെ കൊണ്ടുപോയിടണം. അപ്പോൾ നമുക്ക് എത്രയും വേഗം അഡ്രസ്സ് എഴുതാം. എല്ലാവരും അഡ്രസ്സുകളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ നോക്കി എഴുതി അവരുടെ നമ്പറൊക്കെ വെക്കുക. അഡ്രസ്സുകളൊക്കെ എഴുതി കഴിഞ്ഞു. ഇനി ആദ്യം മമ്മനെ ഹെൽപ്പ് ചെയ്യ്. ഞാൻ അഡ്രസ്സ് പറയാം, നീ അവരുടെ കാർഡ് എടുത്ത് തരണം. ഓക്കെ? നീ എനിക്ക് പർവിന് എഴുതിയ കാർഡ് എടുത്ത് തന്നെ വേഗം എടുക്കുക. കമോ ഫാസ്റ്റ്. ഗൈസ്, അപ്പോൾ അഡ്രസ്സ് എഴുതി കഴിഞ്ഞു. കവറിൻ്റെ ഉള്ളിലേക്ക് എല്ലാം കാർഡാക്കി. ഇനി നമുക്ക് ഫൈനൽ സ്റ്റേജ് സ്റ്റാമ്പ് ഒട്ടിക്കലാണ്. അപ്പോൾ നമ്മൾ സ്റ്റാമ്പ് ഒട്ടിക്കാൻ പോവുകയാണ്. ആദ്യം ഇതാണ് സ്റ്റാമ്പ്, കണ്ടോ? ഇത് ഫുള്ളായിട്ട് ഒട്ടിക്കില്ല, ഇത് ഓരോന്ന് ഇങ്ങനെ എടുക്കും, കണ്ടോ? കീറിപ്പോ പേടിയാണ്. സിസേഴ്സ് എടുക്കട്ടെ? നോ. മേളിലല്ലേ ഒട്ടിക്കുന്നേ? എന്തിനാ ഒട്ടിക്കണേന്നോ? നമുക്ക് ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ അയക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യൻ പോസ്റ്റിൽ ഇങ്ങനെ ഇതുപോലെ സ്റ്റാമ്പ് കിട്ടും. ഓരോ സ്റ്റാമ്പിനും ഓരോ റേറ്റാണ്. നമ്മുടെ ലെറ്ററിൻ്റെ വെയിറ്റ് നോക്കിയിട്ടാണോ സ്റ്റാമ്പ് വരുന്നത്? അപ്പോൾ ഓരോ നമ്മളിപ്പോൾ അയക്കേണ്ടത് അവിടെ പോയിട്ട് പറയുമ്പോൾ അവർ പറയും ഈ സ്റ്റാമ്പാണോ എന്നുള്ളത്. ഇത് ഒട്ടിച്ചാൽ മാത്രമാണ് നമുക്ക് അയക്കാൻ പറ്റുക.
അപ്പൊ എന്നിട്ട് പോസ്റ്റ്മാൻ വന്നിട്ട് ഇത് എടുത്തു നോക്കും. എന്നിട്ട് ഈ ഇത് സ്റ്റാമ്പ് വന്നിട്ട് അഡ്രസ് നോക്കിട്ട് അങ്ങനെയാണ്. ഓ ഗൈസ്, അപ്പോൾ സ്റ്റാമ്പ് ഒട്ടിക്കുന്ന ദൗത്യം വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഇനി ഇത് പോസ്റ്റ് ചെയ്യാൻ പോവാണ് അല്ലേ? ലെറ്റ്സ് പോസ്റ്റ്. ഗൈസ്, എഴുത്തും കുത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലോണം ഇരുട്ടി. അപ്പോൾ ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള വൈറ്റ്ഫീൽഡ് പോസ്റ്റ് ഓഫീസിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വാച്ച്മാൻ ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോസ്റ്റ് ചെയ്തോളാൻ പറഞ്ഞ് ഞങ്ങൾ പോസ്റ്റ് ചെയ്യാൻ പോവാം. ഇതാണ് മെയിൽ ബോക്സ്. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചത് ഇതല്ല കേട്ടോ, പഴയത്. ആണോ? ഇപ്പൊ എവിടെ ഉണ്ടാവില്ലേ? പക്ഷെ അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു അല്ലേ? അപ്പൊ ഞങ്ങള് പോസ്റ്റ് ചെയ്യാൻ പോവാണ്. ആദി, ഫസ്റ്റ് ആർക്ക് ചെയ്യണം? ഫസ്റ്റ് അവന്റെ ഫേവറേറ്റ് അച്ഛൻ അയക്കണം എന്നാണ്. ഇനി ഞാൻ എന്റെ മാമിന്. ഓക്കെ, ഇടട്ടെ? അത് കിട്ടണോ? ഓക്കെ, ആ ഇട്ടോ. നമ്മൾ അഡ്രസ് കൊടുത്തേക്കണുണ്ടോ? ഇതിപ്പോ ഇവിടെ ക്ലിയറൻസ്, ഇവിടെ ടൈം എഴുതി വെക്കും. ഇതിപ്പോ 14:25 ഇന്ന് എടുത്ത ടൈം ആയിരിക്കും. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ അവര് നാളെ എടുക്കും. നാളെ വന്ന് എടുത്തിട്ട് ഉള്ളിൽ പോയിട്ട് സോർട്ട് ചെയ്യോ അല്ലേ? അങ്ങനെയല്ലേ കേരളത്തിലേക്കുള്ളത്? ഓരോ പിൻകോഡ് കണ്ടോ? ഈ നമ്മൾ പിൻകോഡ് അടിച്ചിട്ടുണ്ട് ഇവിടെ. ഓരോ ഇതാണ് പിൻകോഡ്. ഓരോ പിൻകോഡിലേക്കുള്ളത് സോർട്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് കൊണ്ടുപോകും. അതിപ്പോ ലാസ്റ്റ് വൺ. പക്ഷെ ഇത് കേരളത്തിലോട്ടല്ല, ബാംഗ്ലൂരിലോട്ട് തന്നെയാണ്. ഗൈസ്, അപ്പോൾ ലെറ്റർ എല്ലാം പോസ്റ്റ് ചെയ്തു. ഇനി ഇത് അവിടെ എല്ലാവർക്കും കിട്ടി. അവരുടെ ഒരു റിയാക്ഷൻ കാണണമെന്നുണ്ട്. എല്ലാവരുടെ അടുത്തൊന്ന് ചോദിക്കണം റിയാക്ഷൻ വീഡിയോ അയക്കാൻ പറ്റുമെന്ന്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ആ റിയാക്ഷൻ വീഡിയോ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട് അവർക്കത് കിട്ടുമ്പോൾ എങ്ങനെയായിരിക്കും അവരുടെ ആ ഒരു റിയാക്ഷൻ എന്നുള്ളത് അറിയാനായിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ ന്യൂ ഇയറിന് മുൻപായിട്ട് കാർഡ് വേണ്ട ഒരു അഡ്രസ്സ് ഇട്ട് ഉറപ്പായിട്ട് ഞാൻ കാർഡ് അയച്ചു തരും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തുള്ള എന്തെങ്കിലും അനുഭവം ഉണ്ട്, പണ്ടത്തെ നിങ്ങളിങ്ങനെ കാർഡൊക്കെ അയച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ മെമ്മറീസ് ഒക്കെ എനിക്ക് കമൻ്റ് ആയിട്ടിടും. നമുക്കതൊക്കെ വായിക്കാൻ ഒരു രസമല്ലേ? എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു 90s കിഡ്സിനായിരിക്കും കൂടുതൽ ഈ ഒരു മെമ്മറി. കാര്യം നമുക്ക് രണ്ട് ഇതും കിട്ടിയിട്ടുണ്ടല്ലോ, കാർഡിനെ കിട്ടിയിട്ടുണ്ട്, പുതിയ ടെക്നോളജിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മെമ്മറിയിൽ എന്താണ്, നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടോ, നിങ്ങളുടെ എല്ലാ ഇതും നിങ്ങൾ കമൻസ് ആയിട്ട് ഇടുക. ഞാനത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നവരേക്കും ബൈ.